ചിലർ വന്ന് പറയും, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിനക്കെന്താ പണി? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കല എൻ്റെ പണി? എന്താ മധ്യസ്ഥ പ്രാർത്ഥനയോ? സാധാരണ നമ്മൾ ആരോടും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാറൊന്നുമില്ല. അങ്ങനെ ഒരു സൂക്കേട് പൊതുവെ ഇല്ല. ഏതായാലും അതൊക്കെ നവകേരളത്തിലേക്ക് നയിക്കുന്ന വിഗതികളാണ്. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. Now, I humbly invite Sampujya Swami Chidananda Puri, Acharya of Advaitashramam and founder of Shankara Charitable Trust, Kolattur, Kozhikode, for a blessing address. Welcome, Swamiji. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായി നമസ്കരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സത്സംഗത്തിൽ ഒത്തുചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചിന്മയ പ്രസ്ഥാനങ്ങളുടെ ആഗോള സാരഥിയായ പൂജ്യ സ്വരൂപാനന്ദജിയുടെ ഗീതായജ്ഞം ഇവിടെ നടക്കുന്നു. ഇന്നതിൻ്റെ സമാപ്തി ദിവസം. അതിനോടനുബന്ധമായി വ്യത്യസ്ത ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി സനാതനധർമ്മത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ സമാജത്തിന് ഗ്രഹിക്കാൻ ഉതകും വിധം വിവിധ കാര്യപരിപാടികൾ നടക്കുകയാണ് സംസ്കാര എന്ന പേരിൽ. അതിൻ്റെ ഈ ഒരു സമാപന ദിവസം ആചാര്യ സമ്മേളനം, ആചാര്യ സംഗമം എന്ന പേരിൽ ഇപ്പം നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. ഈ ഒരു സഭയിൽ ദീർഘമായൊരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. അരമണിക്കൂർ നേരമെങ്കിലും സംസാരിക്കണമെന്ന് ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പമാത്രം ചിലത് പറയാം. ഓർക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കണം, 25-ലധികമായി. തിരുവനന്തപുരത്ത് വെച്ചിട്ട് പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത്, ഈ പുത്തരിക്കണ്ടം മൈതാനം എന്നുള്ളത് തന്നെ ഒരു വിരുദ്ധതയെ ദ്യോതിപ്പിക്കുന്ന നാമമാണ് കേട്ടോ. കണ്ടം എങ്ങനെയാണ് മൈതാനാവുക? കണ്ടത്തെ ആര് മൈതാനമാക്കി? എങ്ങനെയത് മൈതാനമാക്കപ്പെട്ടു?
എങ്ങനെ അതിൻ്റെ ഓണർഷിപ്പ് അഥവാ അതിൻ്റെ കൈകാര്യം ഒരു പൊതുമൈതാനം പോലെയായി. ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ പുത്തരി സമർപ്പിക്കാൻ വേണ്ടി കൃഷി ചെയ്യേണ്ട കണ്ടം ഏതായാലും അതൊക്കെ നവകേരളത്തിലേക്ക് നയിക്കുന്ന വിഗതികളാണ്. അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. കേരളത്തെ നവകേരളമാക്കാൻ ഘട്ടം ഘട്ടമായി ചെയ്ത വിഗതികളുടെ ഭാഗമാണ് അതൊക്കെ. ഇരിക്കട്ടെ, അവിടെ വലിയ സമ്മേളനം രാമനവമിയോടനുബന്ധിച്ച് പൂജ്യ സ്വാമിജി സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു സമ്മേളനം ആചാര്യ സമ്മേളനമാണ്. അതിൽ സംസാരിക്കാനായിരുന്നു അന്ന് നമ്മൾ കുളത്തൂരിൽ നിന്ന് പോയത്. ആ കാലത്ത് കേരളത്തിൽ വളരെ ജൂനിയറായിട്ടുള്ളൊരു സ്വാമിയാണ്. 30 വർഷം 28 വർഷം മുമ്പാണ് ഈ കഥ നടക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വലിയ കുറേ കേമത്തൊക്കെ പറഞ്ഞു ചിദാനന്ദപുരി സ്വാമിയെ കൊണ്ട്. പൂജ്യ സ്വാമിജി തന്നെ, വിവിക്താനന്ദ സ്വാമിജി തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളിലുള്ള സ്നേഹം കൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടും അല്ല. അന്ന് തീർത്തും ജൂനിയറായിട്ടുള്ളൊരു സ്വാമിയാണ്. എങ്കിലും ആദ്യം സംസാരിക്കാനുള്ള അവസ്ഥ ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ട്രെയിനിന് മടങ്ങണം, ട്രെയിനിൻ്റെ സമയം വേഗമാവും. അപ്പോൾ പരംപൂജ്യ മൃഡാനന്ദ സ്വാമികൾക്കും നമുക്കും 2 പേർക്കും വേഗം മടങ്ങേണ്ടതുള്ളത് കൊണ്ട് ആദ്യം സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം. അപ്പോൾ മൃഡാനന്ദ സ്വാമിജിയോട് പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു, അത് വേണ്ട, ചിദാനന്ദജി സംസാരിച്ചാൽ മതി, എന്നിട്ട് ഞാൻ സംസാരിക്കാം, കാരണവന്മാർ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വലിയൊരു ഹാള്, 6000 കസേരകൾ ഒരുക്കിയിട്ടുണ്ട്. 6000. ആ കസേരകളിൽ ഇരിക്കാൻ വേണ്ടി തിക്കും തിരക്കുമാണ്. എവിടെ? പിൻനിരകളിൽ 2000-ഓളം ആള് പങ്കെടുക്കുന്നുണ്ട്. ഒരു ഹിന്ദു സമ്മേളനത്തിൽ കേരളത്തിൽ, അതും 10-28 വർഷങ്ങൾക്ക് മുൻപ് 2000 പേര് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞ സംഖ്യയല്ല, വലിയ സംഖ്യ. പക്ഷേ 6000 കസേര ഇട്ടെടുത്ത് 2000 പേരാവുമ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ മുൻപിൽ മുഴുവൻ, ഇവിടെയല്ല അവിടെ, ഇവിടെ മുമ്പിൽ മുഴുവൻ നിറഞ്ഞ കസേരയാണ്, അവിടെ മുമ്പിൽ മുഴുവൻ ഒഴിഞ്ഞ കസേരയായിരുന്നു. 4000 കസേരകളോളം ഒഴിഞ്ഞ് കിടക്കുക. ബാക്കിൽ 2000-ഓളം തിക്കും തിരക്കും ഇടിയാണ്. ഈ സമയത്ത് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ആചാര്യ സമ്മേളനത്തിൻ്റെ സന്ദേശം എന്തായിരിക്കണം എന്നത്. അന്ന് അവിടെ പറഞ്ഞ അതേ സന്ദേശം ഇന്നും ഇനി കുറച്ചു കാലം കൂടി കേരളത്തിൽ ആവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഇവിടെയും ആവർത്തിക്കുകയാണ്, മുന്നിലേക്ക് കടന്നു വരൂ എന്ന്. ഒരു കാരണവശാലും പിന്നിലിരിക്കേണ്ടവരല്ല നമ്മൾ, ഒരു കാരണവശാലും. മുന്നിലേക്ക് കടന്നു വരേണ്ടവരാണ്. ഏത് കാലഘട്ടമെന്ന് നമുക്കറിയില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, തൻ്റെ സ്മൃതിയുടെ സമാരംഭത്തിൽ തന്നെ മനു ഒന്ന് പറഞ്ഞു വെച്ചു. ഏതദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ. ഈ ഒരു ശ്ലോകം വരുന്നത് വളരെ ശ്രദ്ധേയമായ ഭാഗത്താണ്. ഈ ലോകത്തിലെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് വർണ്ണിക്കും മനു. അങ്ങനെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ജംബുദ്വീപം വർണ്ണിക്കും. ജംബുദ്വീപം ഏഷ്യ വൻകര. അനന്തരം ഭാരതവർഷത്തെ വർണ്ണിക്കും. ഹിമാലയം മുതൽ ഇന്ദു സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന ഭാരതത്തെ. ആ ഹിമാലയത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള കൈകൾ സമുദ്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി കാളിദാസനാൽ വർണ്ണിക്കപ്പെട്ട ആ ഭാരതം ഉണ്ടല്ലോ, പൃഥിവിയായിവ മാനദണ്ഡ എന്നുള്ള ഹിമാലയം.
ആ ഭാരത വർണ്ണന കഴിഞ്ഞ ഉടനെയാണ് മനു പറയുന്നത്, ലോകത്തിലെല്ലാ ജനങ്ങളും പൃഥിവ്യാം സർവമാനവാഹ. ഭാരതത്തിലെല്ലാ ജനങ്ങളും അല്ല, ജംബുദ്വീപത്തിലെല്ലാ ജനങ്ങളും അല്ല, പൃഥിവിയിൽ, ഈ ഭൂമിയിലെല്ലാ ജനങ്ങളും ഏതദ്ദേശപ്രസൂതസ്യ അഗ്രജന്മനഃ സകാശാത് സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ. ഈ ഭാരതഭൂമിയിൽ ജനിച്ച വിദ്വാന്റെ അരികെ നിന്ന് സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. താത്പര്യം, ജഗദ്ഗുരുവാണ് ഭാരതം, വിശ്വഗുരുവാണ് ഭാരതം. എന്തുകൊണ്ട്, എങ്ങനെ വിശ്വഗുരു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ആധ്യാത്മികമെന്നോ ഭൗതികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യകതയില്ലാതെ ജീവിതത്തിൻ്റെ സമഗ്രമായ ശാസ്ത്ര സമ്പത്തിനെയും കൈമുതലാക്കി തലമുറകളിലേക്ക് പകർന്നു നൽകിയ പാരമ്പര്യത്തിൻ്റെ പ്രദേശമാണിത്. അവിടെ ആധ്യാത്മിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം എന്ന് തരംതിരിക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകത്തിലെ സമസ്ത ജനങ്ങൾക്കും സുഖവും ശാന്തിയും ഉണ്ടാവട്ടെ, നക്ഷത്രങ്ങളിലുള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ, സജ്ജനങ്ങൾക്കും ദുർജനങ്ങൾക്കും ശാന്തി ഉണ്ടാവട്ടെ. അല്ലാണ്ട് സന്മനസ്സുള്ളവർക്ക് മാത്രം പോരാ സമാധാനം, സന്മനസ്സുള്ളവർക്കും ദുർമനസ്സുള്ളവർക്കും ഒക്കെ സമാധാനം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്ന് ആശീർവദിച്ച അതേ ഋഷീശ്വരന്മാര് ഉഗ്രങ്ങളായ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ധനുർവേദവും നമുക്ക് ഉപദേശിച്ചു. അത് കാഴ്ചയ്ക്ക് വെക്കാനൊന്നുമല്ല, ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ കുന്നുകൂട്ടി വെക്കാനല്ല, വിൽക്കാനല്ല, അധർമ്മത്തിനെതിരായി പ്രയോഗിക്കാനാണ്. ഇപ്പൊ ശാന്തിയുടെ മന്ത്രവും ശക്തിയുടെ സന്ദേശവും ഒരുമിച്ച നോക്കൂ. ഈശ്വര തത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെങ്കിൽ ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിയാണ്. അദ്ദേഹത്തെ നമ്മൾ എത്തിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചില്ല. ചിന്തിക്കുക. വൈശേഷിക ദർശനത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടതമെന്ന് പറയാവുന്ന ഭാഷ്യം നമുക്ക് സമ്മാനിച്ച ആചാര്യൻ ഋഷിപദത്തിൽ വിരാജിക്കാം. കാരണം ദാർശനികനാണല്ലോ. എന്നാൽ അതേ വാത്സ്യായനൻ കാമസൂത്രത്തിൻ്റെ രചയിതാവാകുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ സെക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചില്ല, മറിച്ച് വാത്സ്യായന മഹർഷി എന്ന് പട്ടം ചാർത്തി. ഇതാണ് നമ്മുടെ സമഗ്രമായ വീക്ഷണം. പൂർവമീമാംസയും ഉത്തരമീമാംസയും സമന്വയിക്കുന്ന, സമുച്ചയം ചെയ്യുന്നതല്ല സമന്വയിക്കുന്ന. സമുച്ചയം ചെയ്തു എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധവും. ഇങ്ങനെ സമഗ്രമായ കാഴ്ചപ്പാട്, ബ്രഹ്മ തേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും സമന്വയം മാത്രമാണ് ധർമ്മത്തെ നിലനിർത്തുക എന്ന വീക്ഷണത്തെ ലോകത്തിന് പ്രദാനം ചെയ്ത ഭാരതം. ഈ ഭാരതം ജഗദ്ഗുരുവായിരുന്നു, ആണ്, ഇനി മേലിലുമായിരിക്കണം. ഇടക്കാലത്ത് കുറേ മങ്ങൽ വന്നെന്ന് നമുക്കറിയാം. അടിമത്തത്തിൻ്റെ സുദീർഘ കാലഘട്ടം കടന്നുപോയി. ആ ഇടയ്ക്ക് ഹിന്ദുവായി ജീവിക്കാൻ പോലും ജസിയ കൊടുക്കേണ്ടുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു വന്നു. ആത്മനിരാസത്തിൻ്റെയും ആത്മവിസ്മൃതിയുടെയും കാലഘട്ടം. എന്നാൽ അവിടെ നിന്ന് നമ്മളെ ഉയർത്താൻ വേണ്ടി എത്ര ദിവ്യ വിഭൂതികൾ രംഗപ്രവേശം ചെയ്തു, എത്ര മഹാപുരുഷന്മാർ. ഒരുപക്ഷെ പുരാണങ്ങളിൽ പോലും കാണാൻ കഴിയുന്നതിനേക്കാൾ ഏറെ മഹാപുരുഷന്മാർ ഒന്നിച്ച് രംഗപ്രവേശം ചെയ്തു. ഒരു 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മതി. കലയുടെ, സംഗീതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ, അധ്യാത്മ തത്വചിന്തയുടെ എന്ന് വേണ്ട വിവിധങ്ങളായ മേഖലകളിൽ അവരുയർത്തിവിട്ട, ഉണർത്തിവിട്ട വീര്യത്തിൻ്റെ ഫലമായിട്ട് അജ്ഞാനത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും കെട്ടുപാടുകളിൽ നിന്ന് വീണ്ടും ഭാരതം ഉയർന്നു, വീണ്ടും വീണ്ടും ഉയരുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്.
ഈ ഒരു സന്ദർഭത്തിൽ മുമ്പോട്ട് കടന്നു വരൂ. എല്ലാ മേഖലകളിലും, വ്യവസായത്തിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ, എല്ലാ മേഖലകളിലും എങ്ങനെയൊക്കെ സമ്പത്ത് ആർജിക്കണോ ആ മേഖലകളിലൊക്കെ നമ്മുടെ സമാജം ഉയർന്നു വരണം. ആ സമ്പത്ത് കേവലം ബാഹ്യസമ്പത്ത് മാത്രമല്ല, തീർച്ചയായിട്ടും ബാഹ്യസമ്പത്ത് വേണം. ഭൂത്യേന പ്രമദിതവ്യം കുശലാന പ്രമദിതവ്യം എന്നൊക്കെ ഋഷി ഉപദേശിച്ച് ശ്രദ്ധിക്കുക. നിഷ്കിഞ്ചനൻ മാത്രമല്ല, തീർത്തും വിരക്തിയുടെ പരമമായ ഭാവത്തിൽ വിരാജിച്ച മഹർഷി തന്നെ എനിക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരട്ടെ, എനിക്ക് ധാരാളം പ്രസിദ്ധി വന്നു ചേരട്ടെ, എനിക്ക് ധാരാളം പശുക്കൾ വന്നു ചേരട്ടെ, ഇഷ്ടംപോലെ അന്നപാനങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് വേദത്തിൽ കാണാം. ശ്രദ്ധിക്കുക എന്താണ് താത്പര്യമെന്ന്. അപ്പം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സമൃദ്ധവും സമ്പന്നവുമായ ഈ സംസ്കൃതിയുടെ കൂടുതൽ കൂടുതൽ ഉത്തരോത്തരമുള്ള വികാസത്തിന് നമുക്ക് മുന്നോട്ട് വന്നേ മതിയാവൂ. അങ്ങനെ മുന്നോട്ട് വരുന്നത് വ്യക്തമായൊരു ബോധത്തോടു കൂടിയായിരിക്കണം. ആ ബോധം മൊത്തം സമാജത്തിന് പ്രദാനം ചെയ്യുകയാണ് വാസ്തവത്തിൽ ആചാര്യ സമ്മേളനത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഇന്ന് അനേകം ആചാര്യ ശ്രേഷ്ഠന്മാർ, സന്യാസിമാരും നൈഷ്ഠിക ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും ഒക്കെയായ ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിയിലും സമാജത്തിലുമുള്ള അന്ധകാരത്തെ നീക്കിക്കൊണ്ട് അവർ ധർമ്മത്തിൻ്റെ, ധർമ്മമൂലമായ വേദത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഗതിയിൽ നമുക്ക് ഏറ്റവും വലിയ പ്രേരണാ സ്രോതസ്സായി നിലനിന്ന ഒരു മഹാപുരുഷന്റെ നാമധേയത്തിലാണ് ഇന്ന് നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നത്. പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ വലിയൊരു ശക്തി പ്രസരണം, വേദാന്തം, തീർത്തും വേദാന്തത്തിൽ അധിഷ്ഠിതമായ ഔപനിഷദമായ ദർശനത്തെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വാരി വിതറിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഗരിമയെ ഉയർത്തി കാണിച്ചു. അത് ഭാരതീയ സമൂഹത്തെ ആത്മനിരാസത്തിൻ്റെയും വിസ്മൃതിയുടെയും അവസ്ഥയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽപ്പിച്ച് തൻ്റെ സ്വത്വത്തെ തിരിച്ചറിയുന്ന ഒരു വീക്ഷണം നേടാൻ പ്രേരിപ്പിച്ചു. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് വിവിധ പ്രദേശങ്ങളിൽ ചിന്മയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതും ഇവിടെ ഈ പാലക്കാടും ചിന്മയ മിഷൻ്റെ പ്രവർത്തനം നടക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർത്തമാനകാലത്തിൽ അതിൻ്റെ അന്താരാഷ്ട്ര സാരഥിയായ സ്വരൂപാനന്ദജിയുടെ യജ്ഞം ഇവിടെ നടക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മഹാപുരുഷന്മാരെല്ലാവരും ഉയർത്തിവിട്ട വീര്യത്തിൻ്റെ ഫലമായിട്ട് സനാതനധർമ്മം വലിയൊരു ഉയർച്ചയെ പ്രാപിക്കുകയാണ്. പക്ഷേ അതിനനുസൃതമായ അറിവും അഭിമാനവും സാമ്പത്തികമായ കെട്ടുറപ്പും തൊഴിൽ രംഗങ്ങളിലെ കുശലതയും എല്ലാം ഒത്തുചേർന്ന സമൂഹമായി നമുക്ക് തീരാൻ സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഈ ഭാരതത്തെ തകർക്കണമെന്ന ഉദ്ദേശ്യത്തോടു കൂടി ഒരു 3-4 നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ ആരംഭിച്ച വേദത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള യത്നങ്ങൾ ഇന്നും രൂപഭാവങ്ങൾ മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈദികമായ സംജ്ഞയെ, വൈദികങ്ങളായ സംജ്ഞകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അത് ചെയ്യുന്നവർ പലരായിരിക്കാം. മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാഹിത്യകാരന്മാരെന്നും സാംസ്കാരിക നായകന്മാരെന്നൊക്കെ അറിയപ്പെടുന്നവരെ വിലക്കെടുത്തുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന്, സനാതനധർമ്മത്തിന് വിരുദ്ധങ്ങളായ ആശയ പ്രചരണങ്ങളെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ
ഈ ധർമ്മജാഗരണത്തിനായി കൊണ്ട് സങ്കല്പിക്കുന്ന നമ്മൾ സ്വയം നിശ്രേയസത്തിലേക്ക് ഉയരുന്നതോടൊപ്പം ഈ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് സനാതനധർമ്മം എന്താണ് എന്തല്ല എന്ന വ്യക്തമായ വേർതിരിച്ചുള്ള അവബോധം നേടണം. എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എന്തല്ല എന്നും മനസ്സിലാക്കേണ്ടതാണ്. ഇതിനുതകുന്ന ഒരു വിളംബരം ഇന്നിവിടെ ഈ സഭയിൽ വെച്ച് ഈ ഒത്തുചേർന്ന സദസ്സിലും വേദിയിലും എല്ലാമായി ഒത്തുചേർന്ന എല്ലാ ആചാര്യശ്രേഷ്ഠന്മാരുടെയും മധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് വളരെ വളരെ സന്തോഷകരമാണ്. ഒന്നേ പറയാനുള്ളൂ, ആ വിളംബരത്തിൻ്റെ അന്തഃസത്ത നമ്മളിലൊക്കെ സമാവാഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല. കാരണം ഏകതയുടെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഏകതയുടെ സന്ദേശമാണ് വേദത്തിൻ്റെ സാരം. ബ്രഹ്മാദി സ്തംഭപര്യന്തേഷു ഭൂതേഷു എന്നൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ വിശദീകരിക്കും. അപ്പം സകല ഭൂതങ്ങളിലും എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ, ഇനി പുൽക്കൊടിക്ക് താഴോട്ട് ഏകകോശ സസ്യങ്ങൾ വരെ നമുക്ക് പോകാം. സകലത്തിലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ്. ഈ ഏകത്വ ദർശനം, അതിലടിയുറച്ചതായ ഈ ധർമ്മം എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്നു, എല്ലാ വൈവിധ്യങ്ങളെയും ബഹുമാനിക്കുന്നു. അല്ലാതെ വൈവിധ്യങ്ങളൊക്കെ പോണം, ഏകദാനമാകണം എന്നൊരിടത്തും ഒരാചാര്യനും പറഞ്ഞില്ല. അതാണ് ധർമ്മത്തിൻ്റെ സവിശേഷത. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല രാജ്യങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ഏറ്റവും അധികം വരാറുള്ള സംശയം ഈ ധർമ്മവും റിലീജിയണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ചോദ്യം ഏറ്റവും അധികം വരിക. നിങ്ങൾ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു, എന്താണ് ധർമ്മവും റിലീജിയനുള്ള വ്യത്യാസം? വളരെ എളുപ്പമാണ് അതിനുള്ള മറുപടി. സ്വാഭാവിക വനവും തോട്ടവും തമ്മിൽ എന്താണോ വ്യത്യാസം, അതാണ് ധർമ്മവും റിലീജിയനുള്ള വ്യത്യാസം. സ്വാഭാവിക വനം എങ്ങനെയാ? ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽപ്പടർപ്പുകൾ, മറ്റ് ജീവരാശികൾ ഒന്നിച്ച് സഹവസിക്കുന്ന വൈവിധ്യങ്ങളുടെ സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ്. നമ്മൾ അത്തരമൊരു വനം കാണുമ്പോൾ സന്തോഷിക്കും. കാരണം അത് ശ്യാമളമാണ്, സുന്ദരമാണ്, ശീതളമാണ്, സുഖദമാണ്. എന്നാൽ തോട്ട നിർമ്മാതാക്കൾക്ക് ആ വനത്തോട് വലിയ പഥ്യമില്ല. അവരെന്ത് ചെയ്യും? ഏറ്റവും ശക്തിയുള്ള ആയുധവിശേഷങ്ങളെ കൊണ്ട് അവിടെയുള്ള വൃക്ഷങ്ങളെ മുഴുവൻ മുറിക്കും. രണ്ടാമതായിട്ട് ഏറ്റവും ശക്തിയുള്ള ഉപകരണങ്ങളെ കൊണ്ട് ഭൂമി നിരത്തും. ഭൂമി നിരത്തി കഴിഞ്ഞാൽ തുല്യ അകലത്തിൽ കുഴിയെടുക്കും. അതിൽ വൃക്ഷത്തൈ നടും, നനയ്ക്കും, വളർത്തും. വളരും എന്ന് പറഞ്ഞിട്ടില്ല, വളർത്തും എന്നാ പറഞ്ഞ്. ചുരുങ്ങിയ വൃക്ഷങ്ങളെ കൊണ്ട് പച്ചപ്പായി, മുഴുവൻ വൃക്ഷങ്ങളായി. പക്ഷെ അത് കാടല്ല, അത് വനമല്ല, അത് തോട്ടമാണ്. തോട്ടത്തെ സംബന്ധിച്ച് ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. കാട്ടിൽ കളയില്ല, വനത്തിൽ കളയില്ല, കളയും വിളയുമില്ല. കള എന്ന് പറഞ്ഞാൽ അറിയാലോ, കളയേണ്ടത്. വിള ഒന്ന്, വിളയിക്കാനുള്ളത് ഒന്ന് മാത്രം, മറ്റെല്ലാം കളയേണ്ടത്. ഈ കാഴ്ചപ്പാടില്ലാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ, വിശ്വം ഭവത്തി ഏക നീടം എന്ന് പറഞ്ഞ ഈ സംസ്കൃതി, ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ തോട്ടം വയ്ക്കുന്നവർക്ക് ഒരിക്കലും വനം നിലനിൽക്കുന്നത് ഇഷ്ടപ്പെടില്ല. അവർ വനം നശിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വനത്തെ സംരക്ഷിക്കേണ്ടവർ വനത്തെ സംരക്ഷിച്ചാലേ അത് സംരക്ഷിതമാകൂ. ഇല്ലെങ്കിൽ മനു നമുക്കൊരു താക്കീത് തന്നിട്ടുണ്ട്. ആ താക്കീത് വളരെ പ്രസിദ്ധമായൊരു വാക്യത്തിന് ശേഷമാണ്. പ്രസിദ്ധമായ വാക്യം ഇതാണ്: ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. പ്രസിദ്ധമാണ്.
അതിന് ശേഷമാണ് താക്കീത് തരുന്നത്. തസ്മാത് ധർമ്മോ നഹന്തവ്യോ മാ നോ ധർമ്മോ ഹതോ വധീത്. ഹനിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ ഹനിക്കാതിരിക്കട്ടെ. ഹനിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ ഹനിക്കാതിരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ അത് നൽകുന്ന സന്ദേശം ഓർമ്മിക്കുക. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാതെ വന്നാൽ എന്താ സംഭവിക്കുക? ഓർമ്മ വരുന്നത് ഒരു ദക്ഷിണ അമേരിക്കൻ സാഹിത്യകാരൻ്റെ ചില വരികളാണ്. അതിൻ്റെ തർജ്ജമ മാത്രം ഇവിടെ പറയാം. അതാ അവർ വരുന്നു, കൈ നിറയെ ആയുധങ്ങളുമായി. ഞാൻ സമാധാനിച്ചു, ഞാനും പത്നിയും കുഞ്ഞും സുരക്ഷിതരാണല്ലോ. രണ്ടാമത്തത്, അതാ അവർ വീണ്ടും വരുന്നു, ഞാൻ സമാധാനിച്ചു, അവർ എൻ്റെ കുഞ്ഞിൻ്റെ നേർക്കാണല്ലോ വരുന്നത്. ഞാനും പത്നിയും സുരക്ഷിതരാണല്ലോ, ഞങ്ങൾക്ക് ഇനിയും കുഞ്ഞുണ്ടാകാമല്ലോ. മൂന്നാമത്തെ വാക്യം, അതാ അവർ വീണ്ടും വരുന്നു, കൈ നിറയെ ആയുധങ്ങളുമായി. ഞാൻ സമാധാനിച്ചു, അവരെൻ്റെ പത്നിയുടെ നേർക്കാണല്ലോ വരുന്നത്, എനിക്ക് മറ്റൊരു പത്നി ഉണ്ടാകാമല്ലോ. നാലാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കുക. അതാ അവർ വീണ്ടും വരുന്നു, കൈ നിറയെ ആയുധങ്ങളുമായി. അവരെൻ്റെ നേർക്കാണല്ലോ വരുന്നത്, ദൈവമേ ഞാനെന്തു ചെയ്യും? യവൻ ആദ്യത്തെ 3 പ്രാവശ്യവും ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. ഇത് ചിദാനന്ദപുരി സ്വാമിക്ക് അല്ല കയ്യടി, അത് എഴുതിയ ആൾക്കാ. ഞാൻ രാമകൃഷ്ണ മിഷനല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചിന്മയ മിഷനല്ലേ, ഞാൻ സുരക്ഷിതമാ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സമ്പോധ ഫൗണ്ടേഷൻ അല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അദ്വൈതാശ്രമല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തീർത്ഥപാദാശ്രമല്ലേ, ഞാൻ ശിവഗിരി മഠല്ലേ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ. ഇനി ഇപ്പുറത്ത്, ഞാൻ നായരല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടട്ടെ എന്നേ. ഞാൻ ഈഴവരല്ലേ, ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ. ഞാൻ നമ്പൂതിരിയല്ലേ, സുരക്ഷിതനാ, ബാക്കിയുള്ളവർ. ഇങ്ങനെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞപ്പോ ബാക്കി പറയുന്നില്ല. അവസാനം ദൈവമേ എന്നുള്ള വിളി ഉയരാതിരിക്കണമെങ്കിൽ മുന്നോട്ട് വരണം, നാം ഒന്നാണെന്നറിയണം, വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രവർത്തിക്കണം. വ്യത്യസ്ത ഭാവങ്ങളിൽ കീർത്തനങ്ങൾ ചെയ്ത്, ഭജനകൾ ചെയ്ത് ജനങ്ങളെ ആകർഷിക്കണം. അപ്പോൾ ജനലക്ഷങ്ങൾ ആകർഷിക്കപ്പെടും. വേദാന്ത തത്വം പറഞ്ഞാൽ ജനലക്ഷങ്ങൾ ആകർഷിക്കപ്പെടില്ല, 5-6 പേരെ ആകർഷിക്കപ്പെടൂ. ഇത് രണ്ടും വേണം. കാരണം ഇതാണ് കാതൽ, മറ്റത് പടർപ്പ്. രണ്ടും വേണം. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ചില സിദ്ധി പ്രദർശനമൊക്കെ വേണ്ടി വരും, എന്നാലേ എല്ലാവരെയും ആകർഷിക്കാൻ പറ്റൂ. അപ്പോൾ ആകാശത്ത് ഭസ്മം എടുക്കണം വെച്ചാൽ എടുക്കേണ്ടി വരും, ലഡു എടുക്കണം വെച്ചാൽ എടുക്കേണ്ടി വരും. ഏതൊക്കെ രീതിയിൽ സമാജത്തെ ആകർഷിക്കണമോ, ചേർത്ത് കോർത്തു നിർത്തണമോ, അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചേർന്ന വ്യവസ്ഥ നമുക്ക് വേണം. ക്ഷേത്രങ്ങൾ വേണം, ശൈവം വേണം, വൈഷ്ണവം വേണം, ശാക്തേയം വേണം. വെറും പായസം മാത്രം നേദിച്ചാൽ പോരാ. മദ്യം വേണ്ടെടുത്ത് മദ്യം വേണം, മാംസം വേണ്ടെടുത്ത് മാംസം വേണം. പക്ഷെ മദ്യവും മാംസവും മാത്രം പോരാ, പായസവും വേണം. ഇതിനെ ഒരുപോലെ കാണാനുള്ള എല്ലാത്തിനും ഒരു ഗുരുശാസ്ത്ര സമ്പ്രദായമുണ്ട്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഗതിയിൽ ചില ഇടക്കാലത്തെ അന്ധകാരാവൃതമായ കാലഘട്ടത്തിൽ ഉള്ള ശേഷിപ്പുകളെ ഉയർത്തി കാണിച്ച് നമ്മളെ ആരെങ്കിലും ഭിന്നിപ്പിക്കാൻ നോക്കുമ്പോൾ അതിൽ നമ്മൾ വീണ് പോവരുത്. ശാസ്ത്രങ്ങളിലേക്ക് പോകണം. കാരണം ഇപ്പോഴും ഹിന്ദുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ ചാതുർവർണ്ണ്യം, മറ്റേ എന്താ പറയേണ്ടത്, അന്ന് അങ്ങനെ ഉണ്ടായില്ലേ, ഇന്ന് ഇങ്ങനെ ഉണ്ടായില്ലേ. എടേ, എന്നാ നിന്റെ 10 ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. വെറുതെ എന്തിനാ ഈ ഭവ്യമായ ഒരു വേദി സഭ്യമല്ലാത്ത പദങ്ങളെ കൊണ്ട് ദുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് വേണ്ട. പറഞ്ഞതിൻ്റെ ഭാഷ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ ഉള്ളൂ. നീ ഒന്നെന്നെ, ഞാൻ ആരെയും വിമർശിക്കില്ല. എൻ്റെ മര്യാദ അതാണ്, എല്ലാത്തിനെയും ആദരിക്കാൻ ഞാൻ പഠിക്കുന്നു. പക്ഷെ നീ എന്നെ ഒന്ന് വിമർശിച്ചാൽ നിന്റെ 10 വിമർശിക്കാനുള്ള അറിവ് എൻ്റെ ഉള്ളിലുണ്ട്. ഈ അറിവുണ്ടാവണമെങ്കിൽ എല്ലാവരും പഠിക്കണം. പഠിക്കേ വഴിയുള്ളൂ. പഠിക്കണം. അങ്ങനെ പരസ്പരാദരവോടുകൂടി നമുക്ക് ഇവിടെ വർത്തിക്കാം.
അപ്പം ഈ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്കും ഭിന്നിപ്പിക്കാൻ കഴിയാത്ത, ഒരാൾക്കും മുറിവുണ്ടാക്കാൻ കഴിയാത്ത ഭാവത്തിൽ ഈ സനാതനധർമ്മം ഉയരണം. എല്ലാ സമ്പ്രദായങ്ങളെയും ആദരിക്കുന്ന ഭാവം വേണം. ഇന്നും പലപ്പോഴും അതില്ലാതെ പോകുന്നു. നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയം ഒരു 1/2 മിനിറ്റും കൂടിയേ ഉള്ളൂ. എന്നാലും ഒരു 1/2 മിനിറ്റും കൂടി ചിലപ്പോൾ അധികം എടുത്തുനിന്ന് വരും. പലപ്പോഴും ഈ വൈഷ്ണവ ശൈവാദി ഭേദങ്ങളൊന്നും ഇന്ന് പ്രസക്തമല്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഇന്നും കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴത്തെ കഥ അറിയില്ല, ഒരു 5-10 കൊല്ലം മുമ്പ് വരെ ഈ ഭസ്മം തൊട്ടിട്ട് വിഷ്ണുകാഞ്ചി പോയാൽ അവർക്ക് അത് വലിയ ഇഷ്ടപ്പെടില്ല. ചന്ദനം തൊട്ടിട്ട് ശിവകാഞ്ചി പോയാൽ അവർക്കും വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവിടുന്ന് പോണവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു 3 വര അങ്ങോട്ട് വരയ്ക്കുക ഭസ്മം. ത്രിപുണ്ഡ്രത്തിൻ്റെ തത്വം അറിയില്ലേ, മന്ത്രം അറിയില്ലേ, ഒന്നും വേണ്ടാന്നേ, പുറത്തെങ്കിലും വരയ്ക്കുക. എന്നിട്ട് നടുക്കൊരു ചന്ദനം തൊടുക, അതിന് നടുക്കൊരു സിന്ദൂരവും തൊടുക, എന്നിട്ട് വേണം കാഞ്ചി പോവാന്ന് പറയാറുണ്ട്. ഇത് വാക്കല്ല, അതിന് സന്ദേശം ഉൾക്കൊള്ളുക. ആ സന്ദേശം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ത്യാഗവും ഭോഗവും യോഗവും ക്ഷേമവും ഒരുപോലെ ഒത്തുചേർന്ന, നമ്മൾ ഒന്നിലും പിന്നിലല്ല. പണം സമ്പാദിക്കുമ്പോൾ അങ്ങേയറ്റം സമ്പാദിക്കാൻ തന്നെ ശ്രമിക്കണം. അത് കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ച് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിമയം ചെയ്ത് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ആത്മശരണന്മാരായി മുന്നോട്ട് പോകാനുള്ള ത്രാണിയും വേണം. ഈ വീക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ആശ്രമ വ്യവസ്ഥ, അതിലുറച്ച ഈ ധർമ്മത്തിൻ്റെ യഥാതഥമായ ഭാവം മനസ്സിലാക്കി എല്ലാ നിലയ്ക്കും മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞ് ഒരു കാരണവശാലും പിന്നിലിരിക്കേണ്ടവരല്ല നമ്മളെന്ന് ഓർമ്മിപ്പിച്ച് ഈ വീണ്ടെടുക്കലിൻ്റെ കാലഘട്ടത്തിൽ, ആവർത്തിക്കട്ടെ, ഈ വീണ്ടെടുക്കലിൻ്റെ കാലഘട്ടത്തിൽ അയോധ്യ മാത്രം വെച്ചിട്ടല്ല പറയുന്നത്, അയോധ്യയും വെച്ചിട്ടാണ്. ഈ ഗുരുത്വത്തെ തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ കേദാരത്തിൽ പോയി നോക്കുക, കാശിയിൽ പോയി നോക്കുക, ഭഗവാൻ ഭാഷ്യകാരൻ ഗുരുനാഥനെ പ്രാപിച്ച ഓംകാരേശ്വരത്ത് പോയി നോക്കുക. അപ്പോൾ മനസ്സിലാവും, ഗുരുത്വത്തെ വീണ്ടെടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് വൈവിധ്യപൂർണങ്ങളായ ഭാവങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞ് ആ ഒരു ചിന്തയെ പോഷിപ്പിക്കുന്നതായി ഈ സംസ്കാര വൈവിധ്യപൂർണങ്ങളായ പരിപാടികളെ ചേർത്ത് നടത്തിയതിൽ ഈ ചിന്മയ മിഷൻ പ്രവർത്തകരെ, അതിൻ്റെ സംഘാടകരെ അങ്ങേയറ്റം ഹാർദമായി അഭിനന്ദിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇവിടെ നമ്മുടെ നിർഭയമായി മാധ്യമരംഗത്ത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന സാജൻ സ്കറിയാജി ഇവിടെ ഉണ്ട്, വളരെ സന്തോഷം. അതുപോലെ ഞാൻ ദ്വിജൻ എന്ന് വിളിക്കുന്ന ആളുണ്ട്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദ്വിതീയം ജന്മയസ്യ, ആർക്കാണോ രണ്ടാമത്തെ ജന്മം, അങ്ങനെ ദ്വിജൻ. സാധാരണ നമ്മൾ ആരോടും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാറൊന്നുമില്ല, അങ്ങനെ ഒരു സൂക്കേട് പൊതുവെ ഇല്ല. ചിലർ വന്ന് പറയും, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിനക്കെന്താ പണി, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കല, എൻ്റെ പണി ഇതെന്താ മധ്യസ്ഥ പ്രാർത്ഥനയോ? ഹിന്ദുധർമ്മത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ല. ദൈവത്തിന് നമുക്ക് ഇടയ്ക്ക് ഒരു മധ്യവർത്തി ഇല്ല ഹിന്ദുധർമ്മത്തിൽ. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഹിന്ദുധർമ്മം ഒന്നും പഠിക്കുകയില്ല, വേറെ ഒക്കെ കണ്ടും കേട്ടും ശീലായി. എന്നിട്ട് പറയും, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കതാ പണി, നിനക്കെന്താ പണി? അപ്പോൾ അങ്ങനെ പറയാറില്ല. പക്ഷെ ആകെക്കൂടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്രമത്തിലുള്ളവരും ആശ്രമമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ്വിജൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ദ്വിജനായിട്ട് ഒക്കെ ഇരിക്കുന്ന ശങ്കുട്ടി ദാസ് ഒക്കെ ഇവിടെ ഉണ്ട്. വളരെ വളരെ സന്തോഷം. എല്ലാ സജ്ജനങ്ങളും ഈ ഒരു ഏകതയുടെ സന്ദേശം ഉൾക്കൊണ്ട്, ഇന്നലകളിൽ എന്തോ സംഭവിച്ചിരിക്കട്ടെ, അതൊക്കെ പോട്ടെ, ഇന്നലകൾ കഴിഞ്ഞു പോയില്ലേ, അതിൻ്റെ ശവമഞ്ചം പേറിയിട്ട് എന്ത് കാര്യം? നാളെയൊട്ടായിട്ടും ഇല്ലല്ലോ, ഇന്നല്ലേ നമ്മൾ ജീവിക്കണത്. ഇന്നിൻ്റെ സന്ദേശമല്ലേ ഗീത നമുക്ക് നൽകുന്നത്, അല്ലേ? അല്ലെങ്കിൽ മാസാനാം മാർഗശീർഷോഹം എന്ന് ഭഗവാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലും മാസം പറഞ്ഞാൽ പോരായിരുന്നോ? മാസാനാം ചൈത്രമാസോഹം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഭഗവാന്? എന്നാൽ വ്യാഖ്യാനിക്കുന്നവർക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് മാസാനാം മാർഗശീർഷോഹം എന്നാ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ഭഗവാൻ ഗീത ഉപദേശിച്ച മാസം ഏതാ? മാർഗശീർഷ.
മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്കാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. അപ്പം എൻ്റെ അർത്ഥം എന്താ? ഏറ്റവും നല്ല മാസം ഇതാന്നാ. അപ്പം ഏറ്റവും നല്ല ആഴ്ച ഏതാ? ഈ ആഴ്ച. ഏറ്റവും നല്ല ദിവസം ഏതാ? ഇതാ ഇന്ന്. ഏറ്റവും നല്ല സ്ഥലം ഏതാ? ഇതാ പെട്ടെ. അവനവന് പ്രാപ്തമായ റിസോഴ്സസ് ദേശം കാലം ഉപയോഗിക്കാൻ പഠിക്കുന്നവന് മാത്രമേ ജീവിത വിജയമുള്ളൂ. അത് ഓർമ്മിക്കുക. അതുകൊണ്ട് ഇന്നലകളിൽ എന്തോ തെറ്റുകൾ സംഭവിച്ചിരിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞു. നാളെയോട്ടായിട്ടും ഇല്ല. ഇന്ന് സന്തോഷമായിട്ട് നല്ല നാളേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരുമിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു 4 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്, ക്ഷമിക്കുക. സന്തോഷം. നമസ്കാരം. നന്ദി സ്വാമിജി അവിടുത്തെ വാക്കുകൾക്ക്.